വാൽമീകി രാമായണം ശ്രീരാമ മഹാത്മ്യം പറയുന്നുണ്ട്. Valmiki Ramayana talks about the greatness of Sri Rama. അവതാര പുരുഷൻ, മാതൃകാ വ്യക്തി എന്ന നിലയിൽ ശ്രീരാമനെ പരിചയപ്പെടുത്തുന്നുണ്ട് വാൽമീകി. Valmiki is introducing Sri Rama as an Avatara Purusha. പക്ഷേ അവതാരവും ഈശ്വരനും തമ്മിൽ വ്യത്യാസമുണ്ട്. But there is a difference between Avatar and Ishwara. ഈശ്വരനെ നമുക്ക് അനുകരിക്കാൻ കഴിയില്ല. We cannot imitate Ishwara. അദ്ദേഹത്തോട് ആരാധനയോ ഉപാസനയോ ഭക്തിയോ മാത്രമേ സാധ്യമാവൂ. It is only possible to have devotion or upasana or aradhana towards Ishwara. പക്ഷേ മഹാത്മാക്കളെ, ഋഷിമാരെ, അവതാര പുരുഷന്മാരെ നമുക്ക് ആദരിക്കാം, ആരാധിക്കാം, അതോടൊപ്പം അവരുടെ മാതൃക പിന്തുടരാം. But when it comes to avatars, you can respect them, you can worship them, you can also follow their ideals or you can imitate their ideals. ലോകത്തിനൊക്കെ മാതൃകായോഗ്യനായ ഏറ്റവും ഉദാത്ത മനുഷ്യൻ, എല്ലാ മാനുഷിക ഗുണങ്ങളുമുള്ള യഥാർത്ഥ വ്യക്തി ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നാരദൻ ശ്രീരാമനെ വാൽമീകിക്ക് പരിചയപ്പെടുത്തുന്നത്. Narada introduces Sri Rama, the life of Sri Rama, to Valmiki when he asks who is the best example, who is the best human being with all qualities who lived on this earth. അപ്പോൾ ആ ചിത്രീകരണം കൊണ്ട്, ആ അവതരണം കൊണ്ട് നമുക്ക് ശ്രീരാമനെ ആദരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുവാനും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും പ്രവർത്തനങ്ങളും സ്വീകരിക്കുവാനും കഴിയും. So through that we can not only respect, admire and worship Sri Rama but also follow in his footsteps as to how he lived his life and how he followed dharma. എന്നാൽ ഒരാളെ ദൈവം അല്ലെങ്കിൽ ഈശ്വരനായിട്ട് മാത്രം ചിത്രീകരിക്കുമ്പോൾ വരുന്ന അപകടം, അദ്ദേഹത്തെ പിന്തുടരാൻ കഴിയില്ല, അദ്ദേഹത്തിൽ നിന്ന് ഗുണങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ദൈവമായതുകൊണ്ടാണ് തെറ്റിദ്ധാരണയെ സമൂഹത്തിലുണ്ടാക്കും. When you present somebody as God or Ishwara or Deva, the problem is that you will not follow, you will not learn from their life or you will not follow what example they have set, because you will think that whatever they are doing is only because they are God. അവതാരം എന്ന പദത്തിനർത്ഥം മഹത്തായ കാര്യങ്ങൾ ചെയ്യാനായി ഇറങ്ങി വന്ന മഹാത്മാവെന്നാണ്. The meaning of avatar is that they are someone who have come down for a particular purpose, for a great purpose. അവതരീത്യ അവതാർ എന്നാണ് അതിൻ്റെ അർത്ഥം. The definition or meaning of avatar is avataritya avatar. അവതരണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക എന്നാണ് അർത്ഥം. Avataranam means descending down. എവിടെ നിന്ന് ഇറങ്ങി വരുന്നു? ഉന്നതാവസ്ഥയിൽ നിന്ന് ഇറങ്ങി വരുന്നു. Where are they descending from? They are descending from the higher levels. ഒന്നുകിൽ അദ്ദേഹം മുക്തി പ്രാപിച്ച മുക്താത്മാവായിരിക്കാം. He or she could be someone who is a muktatma, who have attained mukti. ഈശ്വര സാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന മോക്ഷം അഥവാ മുക്തി നേടിയ ആളായിരിക്കാം ഈ അവതാര പുരുഷൻ. Avatars could be someone who have attained mukti, that is who have attained Ishwara Sakshatkara, Atma Sakshatkara or moksha. അതാണ് മുക്താത്മാവെന്ന് പറയുന്നത്. They are called muktatmas. അതുപോലെ ഉയർന്ന ലോകങ്ങളിലുള്ള ദിവ്യാത്മാവായിരിക്കാം. They could be divyatmas who are from the higher worlds. ഊർധ്വലോകങ്ങൾ എന്ന് പറയുന്ന ഉയർന്ന ലോകങ്ങൾ, കാരണലോകങ്ങൾ, സൂക്ഷ്മലോകങ്ങൾ എന്നിവയാണ്. When we say higher worlds, we are referring to the karna lokas, causal worlds, or sukshma lokas, that is astral worlds. അല്ലെങ്കിൽ ഈശ്വരന്റെ തന്നെ ഒരു പ്രത്യേക വ്യക്തിക്ക് ശക്തി നൽകി അനുഗ്രഹിച്ചു വിട്ടതാകാം. Or he or she could be someone who has been particularly blessed by Ishwara for a particular purpose. അങ്ങനെ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് ഒരു ദൗത്യം നിറവേറ്റാനായിട്ട് ഇറങ്ങി വരുന്ന ഒരാളെയാണ് അവതാരണം എന്ന് പറയുക. So avatars are those who are descending from higher levels for a particular mission. അത് അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്തതാവാം ദൗത്യം, അതോ ഈശ്വരനോ ഗുരുപരമ്പരകളോ നൽകിയതാവാം, കാലഘട്ടത്തിന്റെ അനിവാര്യതയാവാം. Those mission could be chosen by themselves, it could be assigned by their guru or Ishwara, or the necessity of the times. സജ്ജനങ്ങളുടെ പ്രാർത്ഥന, കണ്ണീരിന് ഈശ്വരൻ ഉത്തരം നൽകിയതാവാം. It could be an answer to the prayers and tears of the bhaktas, that is devotees. ഇങ്ങനെയുള്ള മഹാത്മാക്കളെയാണ് അവതാര പുരുഷന്മാർ എന്ന് പറയുക. It is these mahatmas who are called avatara purushas. പുരുഷ എന്ന് പറഞ്ഞതുകൊണ്ട് പുരുഷൻ മെയിൽ മാത്രമല്ല, ആണും സ്ത്രീക്കും പുരുഷനും, പുരുഷമാണ് മനുഷ്യൻ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. When we say purusha, it is not only referring to men. Avatars can be both men or women. Purusha means human being. ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനുമൊക്കെ അവതാരങ്ങളാണ്.
Sri Rama and Sri Krishna were all avatars. അവർ ജനങ്ങൾക്ക് മാതൃകാപുരുഷൻ എന്ന നിലയിൽ നമുക്ക് പ്രചോദനം നൽകുന്ന ചില അംശങ്ങൾ അവരിലുണ്ട്. They are Matrika Purushas, that is, they are ideals for other human beings, and they are uh, പ്രചോദനം നൽകുന്നു. motivating others or inspiring through their life. അതുപോലെ അവരിൽ നിന്ന് പഠിക്കാനേറെയുണ്ട്. There is a lot we can learn from them. സ്വീകരിക്കാൻ നിരവധി ഗുണങ്ങളുണ്ട്. There are many qualities that we can accept from them. അവരുടെ പ്രവർത്തനങ്ങൾ, പാദമുദ്രകൾ, കാലടിപ്പാതകൾ പിന്തുടരാനും നമുക്ക് കഴിയും. We can also follow their footsteps or what example they have lived. അതോടൊപ്പം അവരെ ആദരിക്കുവാനും ആരാധിക്കുവാനും കഴിയും. We can also worship them. We can also attune with. പക്ഷേ ഒരാളെ ദൈവമാക്കി മാത്രം ചിത്രീകരിക്കുമ്പോൾ അവർ നമുക്ക് പ്രചോദന കേന്ദ്രങ്ങളാകുന്നില്ല. But when we are portraying themselves as only gods, we are not. They do not become a source of motivation for us. അവർ ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. We tend to ignore the sacrifices they have done in their life. അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, വ്യഥകൾ ഒന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. Their sufferings, their difficulties, we're not getting to know about them. അവർ ദൈവമായതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്, നമുക്കൊരിക്കലും അവരെപ്പോലെ ആകാൻ കഴിയില്ല എന്നുള്ള തെറ്റായതും അപകടകരമായതുമായ മനോഭാവമായിരിക്കും ഉണ്ടാവുക. We will have a wrong or dangerous concept or idea that they overcame those difficulties because they are God and we cannot follow such a life. ഇതിഹാസത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെട്ടു പോകും. The very purpose of itihasas will be wasted. ഇതിഹാസങ്ങൾ ഉണ്ടായത് ധർമ്മതത്വമറിഞ്ഞ ഈ അവതാര പുരുഷന്മാരും മഹാത്മാക്കളും ധർമ്മ സംസ്ഥാപനത്തിന് ചെയ്ത മഹത് കൃത്യങ്ങൾ നമുക്ക് മാതൃകയാകാൻ വേണ്ടിയാണ്. The purpose of itihasas was to make people aware of the great lives of the people who understood the dharma tattva and came for dharma samsthapana. പക്ഷെ അവരെ ദൈവമാക്കി മാത്രം ചിത്രീകരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതിഹാസം കൊണ്ട് ഉദ്ദേശിച്ച ഈ പ്രയോജനങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത്. When we portray them as merely as when we portray them only as gods, what we are losing is the very intention of itihasas. ശ്രീരാമനെ ദൈവമായി അല്ലെങ്കിൽ ഈശ്വരനായി കാണുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം രചിച്ചിരിക്കുന്നത്. Adhyatma Ramayana is written in a style which presents Sri Rama as Ishwara or God. ആരാധിക്കപ്പെടാൻ യോഗ്യനായ വ്യക്തി തന്നെയാണ് ശ്രീരാമൻ. It is true that Sri Rama is someone who is worthy of worship. പക്ഷേ ആരാധനകൾക്ക് പാത്രമാവാൻ മാത്രം ജനിച്ചവനല്ല ശ്രീരാമൻ. But Sri Rama was not someone who was born only for the purpose of being worshipped by people. ശ്രീരാമനെ ദൈവമാക്കി കാണുവാനുള്ള സ്വാതന്ത്ര്യം എഴുത്തച്ഛനുണ്ട്. Eഴുത്തച്ഛൻ has the freedom to see or portray Sri Rama as a god. പക്ഷെ ഇന്നും പ്രസക്തമായ ശ്രീരാമ മാതൃക, രാമരാജ്യ സങ്കല്പം ജനങ്ങൾക്ക് പ്രചോദനമാകാതെ പോകുമെന്നുള്ള അപകടവും. But it has the danger that Ramarajya concept, which is important even today, will be ignored by such a concept. അതുകൊണ്ടാണ് ഇത്രയേറെ മഹാപുരുഷന്മാർ വന്നിട്ടും നമുക്കവർ പ്രചോദന കേന്ദ്രങ്ങളാകാതെ പോകുന്നത് ഈ ഒരു മനോഭാവം കൊണ്ടാണ്. It is because of this mindset that although we have had many Mahatmas and avatars, still we are not able to follow in their footsteps. നല്ല മാതൃക ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കാലോചിതമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചവരാണ് ഈ മഹാത്മാക്കൾ. Mahatmas are those people who have led a life of example by doing work relevant to the current times. പക്ഷേ അവർ സമാധിയായി കഴിഞ്ഞാൽ ഉടൻ അവരെ ദൈവങ്ങളാക്കി പൂജകളും ക്ഷേത്രങ്ങളും തുടങ്ങും. പിന്നെ ഈ ആരാധനകൾ മാത്രം ഒതുങ്ങിപ്പോകും. But as soon as they attain samadhi, they will try to picture them as God, portray them as God by building temples for them, by doing puja to them, worship to them, and they will not follow their life and example. അവരെ പിന്തുടരാൻ നമുക്ക് ഭയമായിരിക്കും. We will be scared to follow their footsteps. ഒരിക്കലും അവരെ പോലെ ആകാൻ കഴിയില്ല എന്നുള്ള തെറ്റായ വിചാരം നമുക്കുണ്ടാവും. We will have the wrong concept that we can never become like those people. അങ്ങനെ ഒരു മനോഭാവം ശ്രീരാമനെക്കുറിച്ചും ശ്രീകൃഷ്ണനെക്കുറിച്ചും ഉണ്ടാകുന്നത് ദുഃഖകരമാണ്. It is sad that we have such a mindset about Sri Rama and Sri Krishna. ഇവരൊക്കെ ഉണ്ടായി, ഇത്തരം മഹാത്മാക്കൾ ഉണ്ടായിട്ടും ഇന്നും നമ്മുടെ സമൂഹത്തിന് പ്രയോജനം കിട്ടാത്തത് ഈ കപട ഭക്തി കൊണ്ടാണ്. Although we had such great avatars and mahapurushas who lived who lived so far, still because of our false bhakti, we are not able to follow their
life or footsteps. മഹാത്മാക്കളെയും അവതാര പുരുഷന്മാരെയും ഗുരുക്കന്മാരെയും ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. Sanatana Dharma puts forward how we have to worship avatars or Mahatmas. സ്വാധ്യായേന മഹർഷിഭ്യോ എന്നാണ് പ്രമാണം. Sanatana Dharma says swadhyayena maharshibhyo. സ്വാധ്യായം കൊണ്ടാണ് ഇവരെ പൂജിക്കേണ്ടത്. We have to worship them through swadhyaya. എന്താണ് ഇവിടെ സ്വാധ്യായത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ഇവിടുത്തെ അർത്ഥം എന്താണ്? Swadhyaya has many meanings, but what does it mean here? ആർഷയജ്ഞം എന്ന് പറയുന്ന ഇതിലെ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഈ മഹാന്മാരുടെ അവതാര പുരുഷന്മാരുടെ ജീവിതവും പ്രവർത്തനങ്ങളും നന്നായി പഠിക്കുക, ഉൾക്കൊള്ളുക, കാലോചിതമായി അത് നടപ്പാക്കുക എന്നുള്ളതാണ്. In Aarsha Yajna, Swadhyaya means to understand the life and works of these great people and implement it in the way which is suitable to the current time. അത് നിർവഹിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനൊരു അപചയം ഉണ്ടാവില്ല. Had that been done, we wouldn't have faced such decline. നമ്മളങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരെക്കുറിച്ച് ധാരാളം അബദ്ധ വിചാരങ്ങൾ പരന്നിരിക്കുക കൂടിയാണ്. അത് നീക്കേണ്ട ചുമതലയും നമുക്കിപ്പോൾ വന്നിരിക്കുന്നു. Not just that we ignored this fact, ignored this practice, but we also came up with lot of mispresentations. സ്വാധ്യായം അഥവാ അവതാര പുരുഷന്മാരോടുള്ള യഥാർത്ഥ പൂജ എന്താണെന്ന് മാത്രമല്ല ആർഷവിദ്യാ സമാജം പഠിപ്പിക്കുന്നത്. So Arsha Vidya Samajam is not only teaching what is the right way to perform puja or worship these Mahatmas. അവരെക്കുറിച്ച് വന്നിട്ടുള്ള തെറ്റിദ്ധാരണകളെ, അവരെ തന്നെ വേറൊരു രീതി ചിത്രീകരിക്കുന്ന വ്യാഖ്യാനങ്ങളെയും തുറന്നു കാട്ടുവാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു. Arsha Vidya Samajam is also fighting against those misconceptions, misinterpretations and wrong concepts about these people. അതുകൊണ്ട് വാൽമീകി രാമായണം, വ്യാസമഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് തെളിയിക്കുക. This is proving the necessity to promote Valmiki Ramayana and Vyasa Mahabharata.